കരുണൻ വധക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി ഉണ്ണിക്കുട്ടൻ. കേന്ദ്രമന്ത്രി വിശ്വനാഥാണ് യഥാർത്ഥ പ്രതി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ണിക്കുട്ടൻ മാധ്യമങ്ങൾക്ക് കൈമാറി. ഈ ദൃശ്യങ്ങൾ ഡിവൈഎസ്പി ബാബുരാജിന് കൈമാറിയ രാധിക എന്ന പാവം ഫോട്ടോഗ്രാഫറെ ഇല്ലാത്ത മയക്കുമരുന്ന് കേസിൽ കുടുക്കി അതിക്രൂരമാവിധം ജയിലടച്ചിരിക്കുകയാണ്. ഭയങ്കര പോറാണത്. കരുണൻ വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുന്ന നിരപരാധിയായ സൈമണെ വെറുതെ വിടാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ഉണ്ണിക്കുട്ടൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നമുക്ക് നേരിടാൻ പറ്റാത്തത്രയും ശത്രുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെ തച്ചോളിയുടെ വല്ല വേണ്ടത് പയ്യോളിയുടെ വാ. പെട്ടെന്ന് നമ്മളൊരു PT ഉഷയായി മാറും. ഓടണം. എന്താണോ നിന്നളഞ്ഞത്? ധൈര്യം ആത്തേക്ക് പോടാ. എന്നെ ഒരുത്തരും തൊടാൻ പോലും പറ്റില്ല. എനിക്കിവിടെ ഫുൾ സെക്യൂരിറ്റിയാ. എന്റെ വീടിന്റെ മുന്നേ ഇറങ്ങി പോടാ. സാറ് ജീവമണി അത്തരിക്കോ? എന്തും ചെയ്യാൻ മടിയില്ലാത്ത രാഷ്ട്രീയക്കാരാ. പോലീസുകാരങ്ങനെ പേടിപ്പിക്കാൻ നോക്കല്ലേ. അവന്റെ ഒരു രാഷ്ട്രീയക്കാര്. എന്താടാ പുറത്തൊരു ബഹളം? ഒന്നും പറയണ്ട സാറേ. ഇവിടെ ഉള്ളതിനേക്കാളും ക്രിമിനൽസ് കൂടുതൽ പുറത്താ. എന്റെ പരോട് തീർന്ന അവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്ന് അവര് ഇതിനകത്തേക്ക് വരേണ്ടി വന്നേനെ. ഓ, നീ ഇപ്പൊ വലിയ സ്റ്റാറായല്ലോടാ. മന്ത്രി വിശ്വൻ രാജിവെച്ച് ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും. റിമാൻഡ് ചെയ്താൽ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെ A ക്ലാസ് തടമുറിയിലും ആളായി. എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായി. ഇനി അവരൊക്കെ ഇതിനകത്തേക്ക് വന്നിട്ട് വേണം എനിക്ക് രാധയ്ക്കും പുറത്തുപോയി സമാധാനമായിട്ട് ജീവിക്കാൻ. പൊളിച്ചല്ല പിന്നെ എന്നോട് ഞാൻ പൊളിക്കും. സന്തോഷായില്ലേ? ഇനി കേസിന്റെ വിധി വരണം. അത് കഴിഞ്ഞാ റിലീസാ. എന്തത്? പുറത്ത് വെച്ച് കാണുമ്പോ ഒരു ചായ ഉണ്ടപ്പിനും വാങ്ങിച്ചു തന്നാ മതി. ഇവരെ യൂട്യൂബ് ബ്ലോക്കിലേക്ക് കൊണ്ടുപോയിക്കോളും. സഭാതലം നാഗമയോഗമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇവൻ അസല് പണിയാന്ന്. ഇവനൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ അടുത്ത മുഖ്യമന്ത്രിയാ ഉറപ്പാ. ഏതായാലും ശിക്ഷ അനുഭവിച്ചു തീർന്നെങ്കിലും കുട്ടി നിരപരാധിയാണെന്ന് ലോകം അറിഞ്ഞല്ലോ. അത്രയും ഭാഗ്യം. എല്ലാരും അകത്തായ സ്ഥിതിക്ക് ഇനി ശത്രുക്കളുടെ ശല്യം ഉണ്ടാവില്ല. ആ DYSP സസ്പെൻഷനിലായി. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ രാധയ്ക്ക് പുറത്തിറങ്ങാം. പിന്നെ കല്യാണത്തിനുള്ള താലിമാല ഞങ്ങൾ സ്റ്റാഫിന്റെ വർക്ക് ഗിഫ്റ്റ് ആണ് കേട്ടോ. അറിഞ്ഞില്ലേ? നമ്മുടെ സൂപ്പർ സ്റ്റാർ സ്ഥലമാറ്റമായി. പുതിയതായി വരുന്നത് അകത്ത് കിടക്കുന്ന മന്ത്രിയുടെ ആളാ. എല്ലാ വിഷയത്തിലും ഒരു കുഴപ്പം പിടിച്ച സാധനമാണെന്നാ കേട്ടെ. നീർക്കോലെന്ന ഇരട്ട പേര്. ഒരു ഓഫീസറെ കണ്ട എഴുന്നേക്കണം അറിഞ്ഞൂടാ.
സാറേ എന്നെ ഒന്നും ചെയ്യല് സാറേ. അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല് സാറേ. അയ്യോ കേക്ക് രവി അല്ല കൊക്ക് രവി. അത് എന്നെ എഴുതണേ. എന്ത് ചെയ്യടാ എല്ലാം കൂടി? സാറ് തിന്നാനും കുടിക്കാനുള്ള പാത്രങ്ങളല്ലാതെ ഒരു സാധനം ഇതിനകത്ത് കണ്ടുവരുത്. എടുത്തെറിയണതെല്ലാം പുറത്തേക്ക്. പഴയ പോലെ ചിരിയും കളിയൊന്നും ഇനി ഇതിനകത്ത് നടക്കില്ല. യഥാർത്ഥ ജയിൽ എന്താണെന്ന് നിന്നേക്ക് വേണ്ടി പഠിപ്പിച്ചു തരാടാ. എന്താടാ അത്? ഇങ്ങെടുത്തിട്ട് വാടാ. എന്റെ കല്യാണക്കുറികളാ. ഒരാഴ്ച ഞാൻ റിലീസാ. ഓ നീയാണല്ലേ ഉണ്ണിക്കുട്ടൻ. ഇതൊന്നും ഇവിടെ സൂക്ഷിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടാ നിനക്ക്. അവന്റെ ഒരു കല്യാണക്കുറി. നിന്റെ കേസ് എന്താടാ? നിനക്കെന്താ നാവില്ലേ? ഒരു ട്രാഫിക് എസ് ഐ തല്ലിക്കൊല്ലാൻ നോക്കിയ കേസാ സാർ. അതാ നീ മിണ്ടാത്തെ അല്ലേ? പോലീസുകാരെ നീ അടങ്ങി ഒതുങ്ങി എല്ലാം ഇവിടെ കഴിഞ്ഞോണം. തണ്ട് കാണിക്കാൻ നിന്നാ എല്ലാത്തിനെയും ചവിട്ടി എല്ലോടിക്കും ഞാൻ. മനസ്സിലായടാ? ഈ 2 കൊല്ലം മുമ്പുള്ള കേസിന് ഇപ്പൊ എന്തിനാ തല്ലിയത്? നീർക്കോല് പണി തുടങ്ങി മോനെ. ഇനി എല്ലാരും അത്താഴം മുടങ്ങും. സൂക്ഷിച്ചോളി. സാർ ആ വരുന്നതാ ഉണ്ണിക്കുട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. സർ ഇന്ന് റിലീസിംഗാ. ഇവളെ ശരിക്കൊന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് കാലാവധി തീർന്നു പോയല്ലോ. എന്റെ ക്വാർട്ടേഴ്സിൽ ഒരാളെ കുക്കിങ്ങിന് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഭാര്യ നാട്ടിൽ പോയിരിക്ക. ഏതായാലും ഇവൾ അവിടെ കുറച്ചു ദിവസം നിക്കട്ടെ. അയ്യോ സാറേ, ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഉണ്ണിക്കുട്ടനായിട്ടല്ലേ? അതൊന്നും നടക്കാൻ പോണില്ല. 2 വർഷത്തെ നിന്റെ ശമ്പളം ഈ നിസ്സാര തുകയാ. അവിടെ വന്ന് കുറച്ചു ദിവസം നിന്നാ ഇതിന്റെ 4 ഇരട്ടി വാങ്ങിച്ചോണ്ട് പോവാ. എന്തു പറയുന്നു? സോറി സർ, സാറ് പറയുന്ന ജോലിക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. തൽക്കാലം എക്സ്പീരിയൻസ് ഉള്ള സാറിന്റെ ഭാര്യയെ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. താങ്ക് യു സർ. മാഡം തീർച്ചയായും കല്യാണത്തിന് വരണം. വരാം. പോട്ടെ. എന്നാലും സാറിനെ ഈ അവസ്ഥയിൽ കാണുന്നതിൽ സങ്കടമുണ്ട് സാർ. 14 ദിവസം റിമാൻഡ് അല്ലേ? സാരമില്ലടോ, ഉടനെ ജാമ്യം കിട്ടും. അല്ലെങ്കിൽ ഈ ജയിൽവാസം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് ഒരു അലങ്കാരം അല്ലേടോ. എന്നെ അവസ്ഥയിലാക്കിയവൻ ഇവിടെ തന്നെ ഇല്ലേ? താൻ അവന്റെ കാര്യം നോക്കിയാൽ മതി. ഇനി ഇവിടെ നമ്മൾ പുറത്തിറങ്ങില്ല സാർ. നാളെ പുതിയൊരു അഡ്മിഷൻ വരുന്നുണ്ട്. നമ്മുടെ ആളാ. തടവുകാർ തമ്മിലുള്ള അടിപിടിയിൽ ഒരു മരണം, അതായിരിക്കും റിപ്പോർട്ട്. അല്ലെങ്കിൽ മീഡിയാസ് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. എന്ത് പൊക്കോ ഇത്? തെങ്ങേ നോക്കുന്ന പോലെ നോക്കണമല്ലോ. ആഹാ, പുതിയ ആളെത്തിയില്ലോ. ഇതെന്താ BSNL ടവറോ? എന്ത്? ഫാൻ കെ നീച്ചെ സെ ഹട്ട് ബേ. നീ വന്നവിടെ സാറ് കളിക്കാനാ? പോയി ആ മൂലക്കെങ്ങാനും പാവരിച്ച് കിടക്കട മോനെ. പോടാ, പായലും ഉള്ളരുതട്ടാ. സുൻതാ നയ്യാ തെരക്കോ ബോലാ നാ. ഹട്ട് ചൽ. നീ ആരാ? അമിതാഭ് ബച്ചനാ? ഇവിടെ സാധാരണ വന്നം പറഞ്ഞ ഞങ്ങളാണ് റാഗ് ചെയ്യണ. നീ ഞങ്ങളെ റാഗ് ചെയ്യണ്ട. നീ പോടാ. എന്താണ് ഈ കാണിക്കണത്? തെരാ ബാത് കോ കാട്ട് ദൂംഗാ ഞാൻ. ഇവിടെ ഉള്ള സകല ആൾക്കാരെ കല്യാണം വിളിച്ചത് ഒരാളും വരൂലെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ കേൾക്കണു റിലീസിങ്ങും അതുപോലെ പരോളൊക്കെ ആയിട്ട് ഒരു 50 പേരെങ്കിലും കാണുന്നു. ടെൻഷൻ അടിച്ച് ഫസ്റ്റ് നൈറ്റ് ഇറങ്ങുന്നു ഉറപ്പായി. എന്താ ഇത്?
വേണ്ട ഉണ്ണി, നീ ഒന്നിലും ഇടപെടണ്ട. നിനക്കുടനെ പുറത്തിറങ്ങാനുള്ളതാ. क्या हुआ रे? देख रहा क्या है? आजा आजा बेटा, आना। डर गए क्या बेटा? हाँ? क्या रे? चलना। വേണ്ട. हट बेटे। अरे अरे സാറേ, സാറേ ഒരുത്തം വന്നവിടെ പ്രശ്നം ഉണ്ടാക്കണു. പരാതിയൊക്കെ സൂപ്രണ്ടിനോട് പറഞ്ഞാൽ മതി. ആരെയും ബ്ലോക്കിന് പുറത്തേക്ക് വിടണ്ടെന്നാ പുതിയ ഓർഡർ. ഗോപി സാറോടെ? ഗോപി സാറ് ലീവില്ല. എന്ത് തോന്നി സാറെ കാണിക്കുന്നത്? വെള്ളത്തിൽ ഇറങ്ങിയ കുളിക്കൽ വൃത്തിയിട്ടാണ്. ഞങ്ങളുടെ ആരുടെങ്കിലും മെക്കെട്ടിൽ വന്നിട്ടുണ്ടല്ലോ, നിന്നെ ഞങ്ങളെ പായിച്ചു വിട്ടും ശവായിട്ട് പാട്ടി. സാറേ ഇവരുണ്ടല്ലോ, ഇവനെ അങ്ങ് കൊണ്ടുപോവാ. സാറേ ഞാനല്ല, ഇവനെടുത്ത് ആശുപത്രി കൊണ്ടുപോവാ. സാറേ അവനാ.